ഹലോ, ഹായ്, എല്ലാവർക്കും സെൻ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മടക്ക് പൊറോട്ടയാണ്. ഇത് എൻ്റെ ഫാമിലിയിൽ ഉണ്ടാക്കി വിജയിച്ച ഒരു മടക്ക് പൊറോട്ടയാണ്. എൻ്റെ പരീക്ഷണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കലെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ട സാധനങ്ങൾ എടുക്കാം. 3 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരല്പം ഉപ്പിടാം. 1 ടീസ്പൂൺ ഈസ്റ്റ്, വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈസ്റ്റ് ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് 2 മുട്ടയും കൂടെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കണം. മുട്ട പൊടിച്ച് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി അതൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴക്കാൻ കുറച്ചും കൂടെ ഒരു സുഖം ഉണ്ടാവും. അങ്ങനെ സ്പൂണിൽ നിന്നൊക്കെ എടുത്ത് നമ്മളത് കുഴച്ചെടുക്കുക. നന്നായി കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. കുഴച്ചെടുക്കുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലിൽ നമുക്കൊരു മൂടിയോ അല്ലെങ്കിൽ ഒരു വെളുത്ത തുണിയോ ഇട്ടിട്ട് മൂടി വെക്കാം കുറച്ച് നേരം. ഇനി നമുക്ക് ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കണം. നന്നായി ചോപ്പ് ചെയ്യണം. നന്നായി ചോപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് നന്നായി കഴുകി അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞിട്ട് ഡ്രൈ ആക്കി എടുക്കണം നമുക്ക്. അപ്പോൾ നമ്മളിതിനെ കഴുകി വാരി നല്ല വൃത്തി കിട്ടിയിട്ടുണ്ട്. ഒന്നിൽ ടച്ച് ചെയ്യാതെ നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ കിടക്കണ ഈ ഉരുളൻകിഴങ്ങ്. ഇനി നമുക്കിതിനെ ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഒരല്പം ഉപ്പും മുളക് പൊടിയും ചേർത്ത് നന്നായി ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക. വീണ്ടും നമ്മളത് തുറന്ന് ഒന്ന് ഇളക്കി ജോയിൻ്റാക്കി വേവിക്കണം. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ തൂന ഫിഷാണ് ഞാനിവിടെ ചേർക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് തൂന ഫിഷ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പട്ടാണിക്കടലയോ ബീഫോ ചിക്കനോ ഒക്കെ ചേർത്ത് ഇത് ഉണ്ടാക്കാൻ പറ്റും. ചിക്കനൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിനെക്കാട്ടിലും ടേസ്റ്റ് കിട്ടും. എൻ്റെ കയ്യിലിപ്പോൾ തൂന ഫിഷ് ഇവിടെ ഉണ്ടായ കാരണം ഞാൻ അതിട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് മാത്രം. ഇപ്പം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച പൊടിയെടുത്ത് ഇതുപോലെ പത്തിരി പരത്തിയെടുക്കണം. കുറച്ച് വലിപ്പമുള്ള രീതിയിൽ പത്തിരി പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ കൂട്ട് അതിലേക്ക് പരത്തി കൊടുക്കുക. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ നമ്മുടെ ഉലുവയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുരിങ്ങയിലയോ ചീരയുടെ ഇലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ തൊടുകളിൽ തന്നെ ഉള്ള സാധനം ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടാത്ത സാധനത്തിന് പോവേണ്ട ആവശ്യമൊന്നുമില്ല.
ഞാനിവിടെ ഉലുവയുടെ ഇലയാണ് ഇന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈ പാനിൽ ഇതിനെ പൊരിച്ചെടുക്കാം. ഇത് പൊരിച്ചെടുക്കാൻ കൂടുതൽ ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചട്ടിയിൽ കുറച്ച് ഒഴിച്ചാൽ മതി. എന്നാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് പൊരിച്ചെടുക്കാൻ പറ്റും. എല്ലാ ഭാഗവും നന്നായി മൊരിയോളം നമ്മൾ പൊരിച്ചെടുക്കണം. ഇനി മൊരിഞ്ഞതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. ഇതാ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇതിലേക്ക് തക്കാളി പേസ്റ്റൊക്കെ കൂട്ടി കഴിച്ചാണ്ടല്ലോ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ മതി. ബാക്കി പിന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ആ കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ വീണ്ടും കാണും വരെ താങ്ക് യു.